മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പകയുണ്ട് ഭൂമിക്ക് പുഴകൾക്ക് മലകൾക്ക് പുക തിന്ന പകലിനും ദ്വേഷമുണ്ട്. പ്രിയപ്പെട്ട ആഗോള മലയാള മിഷൻ വിദ്യാർത്ഥികളെ, അധ്യാപകരെ, ഭാഷാപ്രവർത്തകരെ, ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കേരളം സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. വയനാട്ടിലെ 2 പ്രധാന ഗ്രാമങ്ങൾ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുകയാണ്. ഒരു ജനത മുഴുവൻ ഒലിച്ചു പോയിരിക്കുകയാണ്. അതിൽ നിന്ന് അതിജീവിച്ച കുറേ ആളുകൾ, അതിൽ കുറേ മക്കൾ, വിദ്യാർത്ഥികൾ, നമ്മുടെ മലയാള മിഷനിലെ വിദ്യാർത്ഥികളുടെ സഹപാഠികൾ, അവരിപ്പോൾ ഒരു ദുസ്വപ്നം കണ്ട് ഉണർന്നതുപോലെ ആണ്. അവർക്ക് അച്ഛനില്ല, അമ്മയില്ല, വീടില്ല, വിളക്കില്ല, വിദ്യാലയമില്ല. അവരെ നമുക്ക് വീണ്ടും വർണ്ണങ്ങളുടെ ലോകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടി മലയാള മിഷൻ നടത്തുന്ന ഒരു ദൌത്യമാണ് വയനാടിന് $1 എന്ന പദ്ധതി. പുതിയ തലമുറ മാനവിക ബോധമുള്ള, സാമൂഹിക പ്രതിബദ്ധതയുള്ള പൌരന്മാരായി വളർന്നു വരേണ്ടതുണ്ട്. അതിനുള്ള അവസരങ്ങളെ കാട്ടിക്കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാട്ടിൽ കേരളത്തിലെ പ്രിയപ്പെട്ടവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, സഹജീവികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരന്തത്തിന്റെ ആഴമെന്താണെന്ന് അവരറിയുക തന്നെ വേണം. അവരുടെ പ്രതിബദ്ധതയും അവരുടെ മാനവികതയും തിരിച്ചറിയുക തന്നെ വേണം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്ക് ആർക്കുണ്ടാകുന്ന വേദനയും തന്റെയും കൂടെയാണ് എന്നൊരു തോന്നൽ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വയനാടിന് $1 എന്ന ഈ ഉദ്യമത്തിൽ പ്രവാസ ലോകത്തെ എല്ലാ കുട്ടികളെയും, എല്ലാ ഭാഷാ പ്രവർത്തകരെയും അധ്യാപകരെയും പങ്കാളികളാക്കാനുള്ള ശ്രമം എല്ലാ സാംസ്കാരിക പ്രവർത്തകരും നടത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാ വിദ്യാർത്ഥികളും അധ്യാപകരും, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരവരുടെ മലയാള ഭാഷ അധ്യാപകരെ ബന്ധപ്പെടുകയും ഈ ബൃഹത് സംരംഭത്തിൽ വയനാടിന് $1 എന്ന ഈ മഹത്തായ മുദ്രാവാക്യം ഏറ്റെടുക്കുകയും വേണം എന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. മാനത്തു നോക്കൂ കറുത്തിരിക്കുന്നു കാർമേഘമല്ല കരിമ്പുകച്ചുരുളുകൾ. പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു പിച്ചിയല്ല വിഷം തിന്ന തെച്ചി. ഒരൊറ്റ പൊട്ടലിൽ ഒറ്റപ്പെട്ടുപോയ നമ്മളുടെ സഹോദരങ്ങളെ കരുതേണ്ടത് നമ്മുടെ കടമയാണ്. ഇപ്പോൾ അവിടെ വീടില്ല, വീടിൽ വിളക്കുമില്ല, താരാപഥങ്ങളിൽ ഒന്നുമില്ല. എല്ലാം തിരിച്ചു പിടിക്കണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ആശംസകൾ. നന്ദി.